ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന മീൻതലക്കറി ആയിട്ടാണ് ഞാനും വെല്ലുമ്മയും. വീഡിയോ കാണാതിരിക്കാൻ മറക്കരുതേ. മക്കളെ, ഇന്ന് നമുക്ക് ഒരു മീൻതലക്കറി എഴുതിക്കാൻ നമുക്കിന്ന് പോകാം. നല്ലതായിരിക്കും, നമുക്കൊന്ന് വെച്ച് നോക്കാം. നിങ്ങൾ എല്ലാവരും ഇത് വെക്കണം കേട്ടോ. മീൻതലക്കറി ഇത് കഴുകുവാണേ. ഇത് എടുത്താൽ പുറമേ ഒന്ന് കഴുകണം. പിന്നെ നമുക്ക് ഇത് ചെറുതായി കണ്ടിച്ചിട്ട് അങ്ങോട്ട് നല്ല വൃത്തിക്ക് കഴുകി ഇത് പിന്നെ മുളകും എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു നല്ല മീൻതലക്കറി അങ്ങോട്ട് വെച്ച് കളയാം. നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുന്നെന്ന് പറയണേ. ഇനി ഞാൻ മീൻതല വെട്ടി ഞാൻ കഴുകാൻ പോവുകയാണ്. ഇനി കഴുകി ഞാൻ വൃത്തിയാക്കിയിട്ട് ബാക്കി കാണിക്കാം. കഴുകുവാണേ, നല്ല വൃത്തിയായിട്ട് കഴുകണം. കഴുകി നല്ല വൃത്തിയായിട്ട് എടുത്തിട്ട് വേണം ഇനി നമുക്ക് ബാക്കി കാര്യം ചെയ്യാനായിട്ട്. ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ കാണിക്കാം. ബാക്കി കഴുകുക. ഇനി അടുത്തത് ഞാൻ കഴുകുവാണ്. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. 2-3-4 പ്രാവശ്യം ഇത് കഴുകണം, എന്നാലേ ഇത് വൃത്തിയായി കഴുകുള്ളൂ. കഴുകുക. ഇത് രണ്ടാമത്തെ കഴുക്കാണേ. ഈ രണ്ടും കൂടെ കഴുകണം, എന്നാലേ വൃത്തിയാവുള്ളൂ. ഞാൻ മൂന്നാമത്തെ കഴുക്കാണ് ഇത് കഴുകുന്നത്. കഴുകി നല്ല വൃത്തിയാക്കുവാണ്. ചട്ടി ഈ ചട്ടിക്കകത്ത് കറി വെച്ചെങ്കിലേ രുചി കിട്ടുള്ളൂ. ഈ കറി വെക്കാൻ പോവാം. ഒഴിക്കാം. പിന്നെ നമുക്ക് ശകലം കടുകിടാം. കടുകിടുവാണ്. അത് ആവശ്യത്തിൻ്റെ ഇനി ശകലം അതും ആവശ്യത്തിന്. പിന്നെ അതൊന്ന് പൊട്ടട്ടെ. അങ്ങനെ നമ്മുടെ ഇതെല്ലാം പൊട്ടുകയാണ്. വെളുത്തുള്ളി, ഇത് ഇഞ്ചി, ഇത് കരിയാപ്പില. അതിപ്പോൾ ഞാൻ അങ്ങോട്ട് ഇടുവാണ്. വെളുത്തുള്ളി ഇട്ടു, പുറകെ ഇഞ്ചി ഇട്ടു, കരിയാപ്പില ഇട്ടു. ഇനി അതൊന്ന് ചെറിയ ഇളക്കുവാണ്. ഞാൻ ഇളക്കുവാണ്. ഇത് പിടിച്ച് വരുന്നേ ഉള്ളൂ, മൂത്ത് വരുന്നതേ ഉള്ളൂ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾ പൊടി. ഇതിപ്പോൾ ഞാൻ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില എല്ലാം കൂടെ ഒന്ന് ചോപ്പായി ഞാനിതും കൂടെ അങ്ങോട്ട് ഇടാൻ പോവുകയാണ്. അതുകൊണ്ട് ഇടുന്നു. ഇട്ട് ഞാനൊന്ന് മൂപ്പിക്കുവാണ്. ഒരു ശകലം നേരം ഒന്ന് മൂക്കണം. അതുവരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ നമ്മുടെ കുടംപുളിയും കൂടെ കഴുകി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എണ്ണയ്ക്കകത്തിട്ട് ഞാൻ ഇളക്കുവാണ്. ശകലം ഒന്ന് ചുമന്ന് കഴിയുമ്പോൾ ഇത് ഞാൻ മീനിടും. ഇനി വെള്ളം ഒഴിക്കും, ഉപ്പിടും, മീനിടും. അപ്പം ശകലം മല്ലിപ്പൊടി ഇട്ടേക്കാം. ഒരു ശകലം നമുക്കൊരു രുചിക്ക് മാത്രം ഇട്ടിളക്കുക. നമുക്ക് വേണമെങ്കിൽ ഇടുന്നവർക്കിടാം. പിന്നെ അങ്ങ് എല്ലാവരും ഇടുന്നതെന്നില്ല. പിന്നെ ഞാൻ അങ്ങിട്ടു ഒരു ചെറിയൊരു കൊഴുപ്പിന് വേണ്ടി ഇതായിട്ട് ഇളക്കുക. അപ്പം ഞാൻ ശകലം ഉപ്പിടുവാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടോണം. ഇപ്പോൾ 1 സ്പൂണ് പൊടി ഇട്ടു, ഉപ്പ് പൊടി. അപ്പം ഞാനിതൊന്ന് ചെറിയ ഇളക്കുക. അപ്പം നമ്മുടെ മീന് ഇതിനകത്ത് ഇടാറായി വരുന്നു. ഇനി ഞാൻ ഇതിനകത്തൊരു ശകലം വെള്ളം ഒഴിക്കുവാണ്. ഇത്രയും വെള്ളം നമ്മൾ ഒഴിക്കണം. അത് നല്ലപോലെ വെന്ത് അതേ മുളകും എല്ലാം പിടിക്കേണ്ട വരെ വെള്ളം ഒഴിച്ചു. ആവശ്യത്തിനുള്ള വെള്ളം 1 കപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ. 1 കപ്പ് വെള്ളം വേണം. ഈ കപ്പിന് 1 കപ്പ് വെള്ളം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനിടാം. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പില, പിന്നെ മുളക് പൊടി എല്ലാം കൂടെ കിടന്ന് തിളച്ച് വെന്തു. ഇനി അടുത്ത് ഞാൻ മീൻതല പെറുക്കി അതിനകത്ത് ഇടുവാണ്. നോക്കണം. ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് ഇടുക. ഇങ്ങനെ ഇടുക. കണ്ടോ നമ്മുടെ മീൻതലക്കറി. കൂട്ടണം കേട്ടോ. നല്ല രുചിയായിരിക്കും. അതെല്ലാം കൂടെ കിടന്നൊന്ന് വേകട്ടെ. എന്നിട്ട് നമുക്ക് രുചി പറയാം. കണ്ടോ, കിടന്ന് വേകുന്നു, തിളച്ച് വേകുന്നു. പൊടിയാതെ എല്ലാത്തേലും ഒന്ന് പിടിപ്പിക്കുവാണേ. നോക്ക്, ഇങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ. ഇതങ്ങോട്ട് കൂട്ടണം.
കണ്ടോ അങ്ങോട്ട് തിളച്ച് പറ്റട്ടെ. ഇതാ കണ്ടോ. എന്നപ്പം ഞാനിത് അങ്ങോട്ട് മൂടി വെക്കുവാണ്. ശരി എന്നാ. ഇതേ നമ്മുടെ കറി, മീൻതലക്കറി അരമണിക്കൂറായി അടുപ്പ വെച്ചിട്ട്. അപ്പം നമുക്കൊന്ന് തുറന്ന് അതൊന്ന് നോക്കിക്കളയാം. ഇതേ തുറന്നു. ഇതേ ഒന്ന് നോക്കുവാണേ, തവി ഒന്ന് ഇട്ട് നോക്കുവാണ്, പയ്യെ പൊടിയാതെ ഒന്ന് നോക്കുവാണ്. ഇതാ നമ്മുടെ മീൻതലക്കറി. ഇതാ കണ്ടോ, ഇതൊരു നല്ലതായി നോക്കട്ടെ. എന്നാലേ ഇതിനെ ഉപ്പും പുളി എരിവും എല്ലാം ഉണ്ടോയെന്ന് ഞാൻ ഏതായാലും ഒന്ന് നോക്കട്ടെ. ശരി, ഇതേ അടിപൊളി. കൊതി വെക്കരുതേ, എല്ലാരും ഇങ്ങനെ വെക്കണേ. നല്ല ഉക്കിരൻ കറി, മീൻതലക്കറി ഉക്കിരൻ. ഹായ്, നമ്മുടെ മീൻകറി വെന്തു. ഇതാണ്, വായോ എല്ലാവർക്കും തരാം. വാ, നല്ല അടിപൊളി. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊക്കെ അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഷെയർ തരണം, ലൈക്ക് തരണം, എല്ലാം തരണം. പിന്നെ അതിനെക്കാട്ടും നല്ല ഇതായിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കണം. ഞാൻ അന്നും പറഞ്ഞ് ചെയ്ത് നോക്കണമെന്ന്. ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അടുത്ത റെസിപ്പി ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ടാറ്റാ ടാറ്റ പറ.